അല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു എന്താ കാര്യം, നീ അയാളെ വിളിക്കുക നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പം ഇവള് പറയുകയാണ് രാവിലെ തൊട്ട് വിളിച്ചാണ്, ഇന്നലെ രാത്രി വിളിച്ച് വെച്ചതാണ്, രാവിലെ തൊട്ട് വിളിക്കുകയാണ്, അയാളുടെ ഫോൺ ആക്റ്റീവ് അല്ല, അയാളെ റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു സാരമില്ല നമുക്ക് എന്നാൽ അയാളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഈ പെൺകുട്ടി പറയും സ്ത്രീ പറയുകയാണ് ഇവർക്ക് അയാൾ എവിടെയാണ് താമസിക്കുന്നത് കൃത്യമായിട്ട് അറിയത്തില്ല. ഓക്കെ, അയാളുമായിട്ടുള്ള ബന്ധപ്പെട്ട മറ്റാരെങ്കിലും അറിയുമോ അതും അറിയത്തില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പരിചയം വെച്ചപ്പം ഈ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് പിന്നെ ടാക്സി വിളിച്ചുകൊണ്ടിരുന്ന ടാക്സിയുടെ ഡ്രൈവറാണ്. അങ്ങനെ പരിചയപ്പെട്ടതാണ് ഈ മനുഷ്യനെ. പിന്നെ ആ ഒരു പരിചയം അങ്ങ് സ്ഥിരമായി എന്താ പറയുക, ആ ഒരു സ്നേഹബന്ധം ഡെവലപ്പ് ചെയ്ത് പോയി. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിൽ ഇയാളെ സ്നേഹിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളും ഇതേപോലെ ഡിവോഴ്സ് ആവാൻ പോവുകയാണ്, ഫാമിലി ലൈഫ് അത്ര സ്മൂത്തല്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഈ മനുഷ്യൻ ഈ അമ്മായപ്പൻ്റെ ഒരു അവസ്ഥ നോക്കിക്കൊണ്ട് ഈ അമ്മായപ്പന് ടാക്സി ഡ്രൈവർ ആയതുകൊണ്ട് മറ്റ് ടാക്സിക്കാരൊക്കെ അടുത്ത് പോയി. ഏറ്റവും വലിയ വിട്ടു കഴിഞ്ഞാൽ ഇയാളുടെ നമ്പർ അല്ലാണ്ട് ഇയാളുടെ ഫേസ്ബുക്ക് ഐ ഡിയോ യാതൊരുമായ കാര്യങ്ങളും, ഇയാൾക്ക് ഫേസ്ബുക്കും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ തൊട്ട് ഇയാളുടെ ഫോട്ടോയും ഇല്ല. അങ്ങനെ ഇയാൾ ഈ അമ്മായപ്പന് ഈ നമ്പറൊക്കെ വെച്ചിരുന്നേ ഇയാളുടെ താമസിച്ചിരുന്ന സ്ഥലം കണ്ടെത്തിയപ്പോഴാണ് അറിയുന്നത് ഈ സംഭവം ഈ നാട്ടുകാർ ചേർന്ന് പിടിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ എന്തോ എമർജൻസിയാണെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ നാട്ടിലേക്ക് കയറിപ്പോയി. ഇയാൾ നേരത്തെ പറഞ്ഞിരുന്ന ഇയാളും ഭാര്യയും തമ്മിൽ ഭയങ്കര വഴക്കാണ്, അവിടെ യാതൊരു വഴക്കും ഇല്ല. ആ സ്ത്രീ രണ്ടാമതോ മൂന്നാമതോ പ്രാവശ്യം ഗർഭിണി കൂടെയാണ് ഇയാളുടെ നാട്ടിലെ ഭാര്യ. ഇയാൾ നാട്ടിലേക്ക് പോയി. മാത്രമല്ല പിന്നീട് ഇയാൾ ചതിച്ചത് മനസ്സിലാക്കിയപ്പോഴാണ് ഈ അമ്മായപ്പനോട് ഈ മരുമോൾ പറയുന്നത് പലപ്പോഴായിട്ട് ഇവളുടെ നിന്ന് സ്വർണ്ണമായിട്ടും ശമ്പളം വരുമ്പം പൈസയായിട്ടും ഇയാൾ മേടിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇയാൾ നിർബന്ധിച്ച് മേടിച്ചല്ല, ഇയാളുടെ വീട്ടിലെ ദുരിതങ്ങളും അല്ല പ്രശ്നങ്ങളും പറയുമ്പം വിഷമം തോന്നി ഈ സ്ത്രീയായിട്ട് തന്നെ അയാളെ നിർബന്ധിച്ച് കൊടുത്തതാണ്. ഇയാൾ ഈ നാട്ടിൽ നിന്ന് മുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ പല ആൾക്കാരുടെയും ഇയാൾ പലപ്പോഴുമായിട്ട് പൈസ മേടിച്ച് മുങ്ങിയിട്ടുണ്ട്. കൊടും ചതിയാന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. ഞാൻ പറഞ്ഞേ ആ ഫാമിലിയിൽ പിന്നീട് ഭയങ്കര ട്രാജഡി കുറേ സംഭവിച്ചു. ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയുന്നില്ല. നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നു, ഇതിപ്പം സ്ത്രീകൾ പോയി അബദ്ധത്തിൽ ചാടുന്നല്ല, പുരുഷന്മാരും പോയി ചാടും. നമ്മളൊരാളെ പരിചയപ്പെടുമ്പം ഇവർ നമ്മളോട് എന്തിനാണ് ഈ പരിചയപ്പെട്ട് വെച്ചേക്കുന്നത്, നമ്മളിൽ നിന്ന് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. നമ്മളെ ചിലപ്പോൾ നാളെ നമുക്ക് ചില സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണം. പക്ഷേങ്കിൽ അതിനപ്പുറത്തോട്ട് ഇത് പോകുന്നു, അപ്പുറത്തോട്ടൊരു ബന്ധം ഡെവലപ്പായിട്ട് അതിനെ ചൂഷണം ചെയ്ത് നമ്മൾ ഇവർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നാളെ അത് വലിയ തിരിച്ചടിയായിട്ട് വരും. ഒരു വീട്ടിലല്ല പല വീട്ടിലും നടക്കുന്ന പ്രശ്നങ്ങളാണ്. താങ്ക് യു.